ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിലെ കളർ മോഡുകളെ കുറിച്ചാണ്. ഫോട്ടോഷോപ്പിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വർക്കുകൾ ചെയ്യാറുണ്ട്. ചില വർക്കുകൾ നമ്മൾ പ്രിൻറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, എന്നാൽ ചിലത് നമ്മൾ ഡിജിറ്റൽ യൂസിനൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള വർക്കുകൾക്ക് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കളർ മോഡുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇമേജിൻ്റെ കളർ മോഡ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു ഇമേജ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത സമയത്ത് ഇവിടെ RGB കളർ മോഡിലാണ് ഡീഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഈ ഒരു RGB കളർ മോഡിനെ CMYKയിലോട്ടും അതുപോലെ തന്നെ ഗ്രേ സ്കെയിലിലോട്ടും മാറ്റി നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിവിടെ ഇമേജിൽ പോകാം. ഇവിടെ ഇമേജിൽ മോഡ് എന്ന് പറഞ്ഞ് മറ്റൊരു ഓപ്ഷൻ കാണാം. ഇതിനകത്ത് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ ഗ്രേ സ്കെയിൽ അതുപോലെ RGB CMYK കളർ മോഡ് എന്നൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു 3 കളർ മോഡുകളാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഞാൻ CMYK കളർ മോഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കാണാം, അതായത് വാർണിംഗ് മെസ്സേജ് ആണ്. ഇത് നിങ്ങൾ റീഡ് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു കളർ മോഡ് CMYKയിലോട്ട് മാറിയിട്ടുണ്ട്. ഇമേജിൻ്റെ ഒരു കളറിനകത്ത് നിങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നത് കാണാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഗ്രേ സ്കെയിലിലോട്ട് മാറ്റി നോക്കാം. ഞാനിവിടെ വീണ്ടും ഇമേജിൽ പോകുന്നുണ്ട്, ഇവിടുന്ന് മോഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടുന്ന് ഗ്രേ സ്കെയിൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ വീണ്ടും ഇതുപോലൊരു വാർണിംഗ് മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് റീഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഈ ഒരു ഇമേജ് ഇവിടെ ഗ്രേ സ്കെയിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഗ്രേ സ്കെയിലായിട്ടുള്ള ഒരു ഇമേജിനെ നമുക്ക് RGBയിലോട്ടോ അല്ലെങ്കിൽ CMYKയിലോട്ടോ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതല്ല. ഞാൻ ഇതിനൊന്ന് അൺഡു ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു കളർ മോഡ് ചേഞ്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കീ കൂടി എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഇമേജ് ഇപ്പം RGB കളർ മോഡിലുള്ളതാണ്. ഞാൻ ഇതിനെ CMYKയിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് കീബോർഡിലെ Alt+IMC എന്നുള്ള കീകൾ പ്രസ് ചെയ്യാം. ഇപ്പം നമ്മൾ മുൻപ് കണ്ട പോലെ വാർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കളർ മോഡ് നിങ്ങൾക്ക് കാണാം CMYKയിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇമേജിനെ RGBയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് Alt+IMR എന്നുള്ള ഷോർട്ട് കീ പ്രസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം RGBയിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ഗ്രേ സ്കെയിലിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് Alt+IMG പ്രസ് ചെയ്യാം. ഇപ്പം ഇവിടെ നമ്മൾ മുൻപ് കണ്ട പോലെ ഒരു വാർണിംഗ് പോപ്പപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ അലോ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഇമേജ് ഗ്രേ സ്കെയിലിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഷോർട്ട് കീസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വർക്കിനിടയിൽ പെട്ടെന്ന് തന്നെ കളർ മോഡുകൾ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് കൂടി രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനും കൂടി എനേബിൾ ചെയ്യുക.